ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം? ഇന്നെന്താ പരിപാടി? എന്താ? നമ്മള് വാവേനെ ഉറക്കാൻ പോവാണ്. ഇപ്പൊ സമയം എത്രയായി? സമയം രാത്രി 1 മണിയായി. ഇപ്പൊ സമയമാണെങ്കിലുണ്ടല്ലോ രാത്രി 1 മണിയായി. അപ്പൊ ഈ വീഡിയോന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണല്ലേ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നൈറ്റിലാണ് എടുക്കുന്നത്. അത് 12 മണി തൊട്ടല്ലേ തുടങ്ങുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യരുത് ഇത്ര നേരം. അതെ, ഞങ്ങൾ സത്യം പറഞ്ഞാലും നെറ്റ്ഫ്ലിക്സിൽ ബെർലിൻ എന്ന് പറഞ്ഞ സീരീസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് തോന്നി തന്ന പിന്നെ എന്റെ ഡേ ഇൻ മൈ ലൈഫ്, അനുവിന്റെ അല്ല എന്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെ. ആസ് എ ഹസ്ബൻഡ് എങ്ങനെ പോകുന്നു, ആസ് എ ഫാദർ. അതെ ആസ് എ ഫാദർ. ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കണമെങ്കിൽ ഇനി സമയം എടുക്കും. അനുവിന്റെ എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം അനുവിന്റെയും ഡേ ഇൻ മൈ ലൈഫ് എടുക്കും. അപ്പം അനുവായിരിക്കും മൊത്തം വ്ലോഗ് ചെയ്യുന്നതിൽ അല്ലേ അല്ലേ. ഇപ്പൊ സമയം 1 മണിയായി. വാവ പാല കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ. ഈ ഒരു വീഡിയോ അല്ല ഫുള്ള് എൻ്റെ ഡ്യൂട്ടീസ്, ഞാൻ എന്തൊക്കെയാണ് ഒരു ആസ് എ ഫാദർ ആയി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ അനുമോൾ? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അത് പറഞ്ഞാ ത്രില്ലുമല്ലോ, കാണാമല്ലോ ഇനി വീഡിയോയിൽ. ഇപ്പൊ ഞങ്ങൾ എന്തായാലും ഉറങ്ങാൻ പോട്ടെ. ഇനിയിപ്പോ രാത്രി എന്തായാലും ഇപ്പൊ 1 മണിയായി, 2, 3, 4 മണി. നമ്മൾ 3 hours ഗ്യാപ്പിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഇവള് ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും എണീക്കാനാണ് സാധ്യത. അപ്പൊ എന്തായാലും ഞങ്ങള് ഇത് വലിച്ചു നിർത്തുന്നില്ല, കാരണം ഫുൾ ഡേ ലോങ് ഡേ ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ. അപ്പം 24 hours ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ഈ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ നടത്തുകയാണ്. ഇനിയിപ്പോ രാത്രിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് എണീക്കില്ല എന്നൊക്കെ നമുക്ക് നോക്കാം. ഗുഡ് നൈറ്റ്. ഹേ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം രാവിലെ 9 മണിയായി. അപ്പം ഇന്നത്തെ പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. കാരണം ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, വാവനെ കുളിപ്പിക്കണം, വാവനെ എണിപ്പിക്കണം. അതിനാണെങ്കിൽ അപ്പുറത്ത് എണീറ്റിട്ടുണ്ട്. കൊച്ചിന് പാല് കൊടുത്തോണ്ടിരിക്കുകയാണ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ ഇരുട്ടാണല്ലോ. തുറക്കട്ടെ കട്ടൻ. അതിന് ഇന്നലെ വാവ ഉറങ്ങിയായിരുന്നോ? ഇന്നലെ ഉറങ്ങിയായിരുന്നു. എനിക്കറിയില്ല, എനിക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങി. ഞങ്ങളിതുണ്ടല്ലോ ഇന്ന് ഞങ്ങൾ ഈ ഒരു ബാസ്നെറ്റിലാണ് കിടത്തുന്നത്. ഇന്നലെ അവള് ബഹളയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്റെ സൈഡിൽ കയറ്റി കിടത്തി. അപ്പൊ അവള് കിടന്നുറങ്ങി. അവൾക്ക് ഈ ടച്ച് വേണം. ടച്ച് ഫീൽ ഉണ്ടെങ്കിൽ അവൾക്കൊരു കംഫർട്ട് ഫീല് കിട്ടിയാലേ അവള് നല്ല രീതിയിൽ ഉറങ്ങത്തുള്ളൂ. ഇപ്പോഴാണെങ്കിൽ കിടന്നുറങ്ങുന്നുണ്ട് നല്ല രീതിയിൽ. കംപ്ലീറ്റ് ഉറക്കല്ലെന്ന് തോന്നുന്നു. കളറൊക്കെ തോന്നുന്നല്ലേ? ഉറക്കാണ്. എവിടെയെങ്കിലും വെക്കാണെ അപ്പൊ എണീക്കാന്ന് പറഞ്ഞെന്തോ. അതെ. അതിന് രാവിലെ കഴിക്കാൻ എന്താ ഉണ്ട്? നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തതല്ലേ ഇന്ന് നൂഡിൽസ്, മാഗി, സ്പെഷ്യൽ നൂഡിൽസ്. സ്പെഷ്യൽ ഒന്നും അല്ല, അതിനപ്പം മാഗി മതി എന്ന് പറഞ്ഞിരുന്നല്ലേ. പിന്നെ ഞാൻ നമ്മള് മലയാളിക്കടയിൽ പോയപ്പോഴല്ല വാങ്ങിയേ, മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് മാഗി ഉണ്ടാക്കാം അല്ലേ. വേറെന്താ നമ്മുടെ പരിപാടീസ്? വേറെന്താ ഇച്ചന്റെ അല്ലേ ഡേ ഇൻ മൈ ലൈഫ് എന്നോട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പണി തുടങ്ങാം. അപ്പൊ ഇങ്ങനെ ലാഗ് ചെയ്ത് നിന്നാല് പരിപാടി നടക്കത്തില്ല. ഫസ്റ്റ് അപ്പം ഒരു ചായ ഇടാം. ചായ ഇട്ടിട്ട് നമുക്ക് മാഗി ഉണ്ടാക്കാം. കുഞ്ഞാ, അനുമോളെ, ഓ കുഞ്ഞുമണ്ണ എണീറ്റല്ലേ. ഗുഡ് മോർണിംഗ് കുഞ്ഞാവേ.
അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. മാഗി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള മാഗിയാണ് ഇഷ്ടം, അത് കാരണമാണ് കുറച്ച് ലിക്വിഡി ഫോമിൽ എടുത്തേക്കണം. കണ്ടല്ലേ, നല്ല രസമില്ലേ കാണാൻ? ഒരു 2 എടുത്താൽ മതിയായിരുന്നു. 3 അവള് കഴിക്കാൻ തുടങ്ങിയില്ലല്ലേ? ഞാൻ അവള് കഴിക്കുന്ന ഓർത്ത എടുത്ത്. നീ കൊടുക്കത്തില്ലേ? ആ പ്രായമായില്ലല്ലേ? ഞാൻ തെറ്റിദ്ധരിച്ച്. എന്ത് ചെയ്യാനോ, അതും കൂടെ നീ കഴിക്കുക, എന്നിട്ട് നീ ആ കൊച്ചിന് കൊടുക്ക്. അങ്ങനെ പറയല്ലേ, എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നീ കഴിച്ചാലല്ലേ അവൾക്കും കൂടെ ഉള്ളത് നിനക്ക് ഇട്ടേക്കാം. എന്താ വേണ്ടാത്ത? അത് വേണ്ട, നിനക്കും കൂടെ ഉള്ളത് ഞാൻ ഇട്ട് തരാം. രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യും. മാഗി റെഡി. മുട്ടയിടാൻ മറന്നുപോയി ഞാൻ. സാരമില്ല, നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കാം മുട്ടയുടെ. ഞാൻ മറന്നുപോയിട്ടാ, അല്ലെങ്കിൽ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം റെഡിയായി. ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം അല്ലേ? എന്ത് പറ്റി? നിനക്ക് മുട്ട ഇട്ടില്ലേ? അതിനോട് കംപ്ലൈന്റിങ്, മുട്ട ഇട്ടില്ല എന്ന് പറഞ്ഞ്. ഞാൻ ഇന്നലെ പറഞ്ഞ എനിക്ക് മുട്ട ഇട്ട നൂഡിൽസ്. നമുക്ക് ചിക്കൻ ഇട്ട് ഉണ്ടാക്കിയാലോ നാളെ? മുട്ട വേണം. ഇനിയിപ്പോ ഇത് കഴിക്കും. നമുക്ക് അടുത്ത ദിവസം മുട്ട ഇട്ടുണ്ടാക്കാം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. എല്ലാ പച്ചക്കറിയും ഇട്ടിട്ടുണ്ടെന്ന്. ഹെൽത്തി കുട്ടാ. പോരാ, ഇഷ്ടപ്പെട്ടില്ല. ആ ഫേസ് കണ്ടല്ലോ അറിയാം. കുറച്ച് മൈൽഡ് ആയിപ്പോയി അല്ലേ മസാല? ഉപ്പ് കൂടിപ്പോയി അല്ലേ? മുട്ടയും കൂടെ ഉണ്ടായിരുന്നു, നൈസായിരുന്നു. ലേശം ഉപ്പ് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ലേശം മസാല കൂടിപ്പോയി അല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നീ എന്നോട് മസാല കൂടിയെന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ എന്നോട് പറഞ്ഞു ഇത്തിരി ലേശം മസാലയും കൂടിപ്പോയി ഉപ്പും കൂടിപ്പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ക്യാമറയിൽ അവള് കള്ളത്തരം പറയുന്നു. കുഴപ്പമൊന്നുമില്ല, നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അത് ഫുഡ് കഴിച്ച് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ലേശം ഉപ്പ് കൂടിപ്പോയി, പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. മാഗിയുടെ മസാല ഇട്ടപ്പോ ഉണ്ടല്ലോ, ആ ഉപ്പ് അതിൽ ഓൾറെഡി ഉപ്പ് മിക്സ്ഡ് ആണല്ലോ. അപ്പൊ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തപ്പം ആ ഉപ്പും കൂടെ കൂട്ടിയാ, മനസ്സിലായില്ലേ? സംഭവം തന്നെ. അപ്പൊ അങ്ങനെ കുറച്ച് കൂടിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയാണ്. അപ്പൊ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇവിടെ കിടന്ന് നല്ല ഉറക്കമാണ്, ബഹളമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോ. അങ്ങനെ പിന്നെ കയ്യിൽ പിടിച്ച് കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പരിപാടി? എന്നോടാണോ ചോദിക്കുന്നത്? എന്റെ എല്ലാ ഡേ മൈ ലൈഫ്. ഓ ഗോഡ്, പിന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോണത്, ഇനി ഞങ്ങളെ യൂഷ്വൽ ഡേയിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങള് കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കാന്നുള്ളതാണ്. അവളെ ഇവളുടെ ഇതനുസരിച്ചായിരിക്കും. മനസ്സിലായി, ഇവളിപ്പോ ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും ഇവളൊന്ന് എണീറ്റ് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവള് എണീറ്റ് കഴിയുമ്പോഴാണ് പോയി കുളിപ്പിച്ച് ഫീഡ് ചെയ്യുന്നതും അങ്ങനത്തെ പരിപാടിയൊക്കെ. അല്ല ഇനി ഇപ്പൊ എണീറ്റിരിക്കുവായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഓടിപ്പോയി കുളിപ്പിക്കായിരുന്നു. അല്ലെങ്കിൽ ഇവളെ ഈ ഉറക്കത്തിൽ നിന്ന് നമ്മളായിട്ട് ഇങ്ങനെ എണീപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേര് ഭയങ്കര കരച്ചിലായിരിക്കും, ബഹളമായിരിക്കും ഇവിടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ എന്തായാലും ഇവള് കുറച്ചും കൂടെ കഴിയുമ്പോൾ എണീക്കും. ഇപ്പൊ ഞാൻ താഴത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എണീക്കും പുള്ളിക്കാരി. വേഗം തന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഫീഡ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടല്ലേ? ചോറ് ഇരിപ്പുണ്ട്, ചിക്കൻ കറി ഉണ്ട്. പക്ഷെ ഇത് പറഞ്ഞേക്കുന്നത് മീനെ കറി വെക്കും. ഇന്ന് ഞാൻ മീൻ കറി വെക്കാൻ ഡേ മൈ ലൈഫ് ആയതുകൊണ്ട് കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിട്ട് മീനിന്റെ ഒക്കെ കറി വെക്കാൻ പോകും. അതെ, അനു ഇന്നലെ ചിക്കൻ കറി കൊറേ നാൾക്ക് ശേഷം അവളൊന്ന് അടുക്കള കുറെ നാൾക്ക് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ ടച്ച് വിട്ട് അല്ലേലും എന്റെ കയ്യിലെല്ലാം ഇവിടെ ഇത് സവാള എണ്ണയിലേക്ക് സാധാരണ നമ്മൾ ചിക്കൻ വറുക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വറുക്കുമ്പോഴൊക്കെയാണ് കൈയൊക്കെ പൊള്ളിക്കാറ്. ഇത് ചുമ്മാ ചിക്കൻ വറുത്തപ്പോ ഞാൻ കൈ പൊള്ളിക്കാതെ ചുമ്മാ എണ്ണയിലേക്ക് സവാള ഇട്ടപ്പോഴേക്കും സവാള ഇട്ട തോതില് എണ്ണ എല്ലാം കൂടി എന്റെ കയ്യിലേക്ക് തെറിച്ചു. നല്ല രീതിയിൽ തെറിച്ചു. ഞാൻ മര്യാദക്ക് പറഞ്ഞ ഞാൻ ചിക്കൻ കറി വെച്ചോളാന്ന് കേട്ടില്ല. അനുവിന് എന്റെ ചിക്കൻ കറി കൂട്ടി മടുത്തപ്പൊ ഞാൻ അവള് വെക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെയല്ല, ഇന്നലെ വെച്ച് ഭയങ്കര തിരക്കിലല്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ എന്തായാലും ഞങ്ങള് കുഞ്ഞിപ്പട്ടേനെ. പക്ഷെ ഇന്ന് ഇച്ചിന്റെ ഡേ മൈ ലൈഫ് ആയതുകൊണ്ട് എനിക്ക് റെസ്റ്റ് ഡേ ആണെന്നാണ് വെച്ച് പറഞ്ഞേക്കുന്നത്. കൊച്ചിനെ തനിയെ എല്ലാം ഫുൾ ടൈം പിടിച്ചോളും. ഇത് വരത്തില്ല. ഞാൻ പറഞ്ഞതാ ഡേ മൈ ലൈഫ് അല്ലേ അച്ഛൻ്റെ. അപ്പൊ കൊച്ചിനെ പിടിക്കും. അപ്പൊ ഞാൻ റെസ്റ്റ്. എന്തായാലും ഞങ്ങൾ ഇനി വാവനെ കുളിപ്പിക്കാൻ പോരാ. കുളിച്ചാലോ കുഞ്ഞിപ്പെണ്ണേ? കുളിക്കാം നമുക്ക്. ചിരിച്ചു വിട്ടേക്കാം. മൂന്നേ കണ്ടോ മൊത്തം എന്തൊക്കെയോ പാടൊക്കെ. അങ്ങനെ പറയാതെ തടുത്ത കയ്യുമായി വന്ന് ഞാൻ വെള്ളമൊക്കെ ചൂടാക്കട്ടെ, കുളിപ്പിക്കാം നമുക്ക്. പിന്നെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ വാവനെ കുളിപ്പിക്കാന്നുള്ളതാണ്. വാവനെ കുളിപ്പിക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വെള്ളം ചൂടാക്കണം. നമ്മൾ വെള്ളം ഇവിടുത്തെ ക്ലോറിൻ വാട്ടർ നമ്മൾ എടുക്കാറില്ല, നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹോട്ട് വാട്ടർ ആയി കുളിക്കാലോ, കുഞ്ഞുമണി കുളിക്കാലോ. ആ വെള്ളം ചൂടാകുന്ന സമയത്ത് നമുക്ക് വെള്ളം ചൂടാകുന്ന സമയത്ത് കുറച്ച് ഈ ഒരു ബേസിനിലാണ് നമ്മൾ
ഞാനൊന്ന് നോക്കട്ടെ നിന്നെ. ഒന്ന് കാണട്ടെ എന്റെ കുഞ്ഞു പപ്പീനെ. എന്റെ കാണട്ടെ ഒന്ന് കാണട്ടെ. എന്റെ കാണട്ടെടി. ഒന്ന് കാണട്ടെ നിന്നെ. ആരാ കരയുന്ന എങ്ങനെയാന്ന് കാണിച്ചു കൊടുത്തേ? ഒരു സൂത്രം കാണിച്ചു തരാവേ. കരയും. കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് ഇവിടെ ബാത്തബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബാത്തബിലാണ് നമ്മൾ വാവനെ കുളിപ്പിക്കുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് വെച്ചിട്ട് ഈ ഒരു സാധനം അവിടെ വെച്ച് കഴിഞ്ഞാൽ ബാത്തബ് സെറ്റാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ കുളിപ്പിക്കുന്നത് വാവനെ. കുഞ്ഞുമണി കുഞ്ഞു പാക്കേരി. അല്ല പോട്ടെ 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 സാരിയില്ല പോട്ടെ പോട്ടെ. ഇല്ലടി ഇല്ല ഇല്ല ഇല്ല. റെഡിയാണോ? കുളിക്കാൻ പോവാ നമുക്ക്. ബാബാ കുളിക്കാൻ പോവാ. ഓ കുഞ്ഞിപ്പെട്ട് കുളിക്കാൻ പോവാണേ. പറന്ന് പറന്ന് കുളിക്കാൻ പോവാണേ. ടുണ്ടുണ്ടുണ്ടുണ്ടുണ്ടുണ്ടു. മേലെ മേലെ മാനം മാനം വീണ മഞ്ഞിൻ കൂടാരം അതിനാരോ ആരാ മഴദീപം ചാർത്തും. തരണ്ടോ വെച്ചോ? എന്തോ ബുഷ് ഷെൽട്ടർ ഇങ്ങനെ ഷെൽട്ടറിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഈ സമയത്തൂടെ കയറുന്നത് അവരുടെ കുഞ്ഞിപ്പെണ്ണ് ഉറക്കം കഴിഞ്ഞ് എണീറ്റോ? നമുക്ക് പാഡ് ചെയ്യാം. എന്തോ ഉറങ്ങുമായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് പാഡ് ചെയ്യാം. ഇന്ന് തന്നെ രാവിലെ നേരം വെളുക്കുവാണല്ലോ ഈശ്വരാ. 1 2 3 4 5 ലോക്ക്. കഴിഞ്ഞോ? നീ ഉറങ്ങുമായിരുന്നോ? ഇപ്പൊ സമയമാണെങ്കിൽ 2 മണിയായി. ഞാനാണെങ്കിൽ കുറേ നേരം ഇരുന്ന് എഡിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് എന്തൊക്കെയായിരുന്നു ഞാൻ ഇത്ര നേരമായിട്ട് റീൽസും തോണ്ടിയിരിക്കുകയായിരുന്നു അല്ലേ? ഞാൻ ബേബീനെ ഉറക്കുമായിരുന്നു. വേറെ എന്തൊക്കെ ചെയ്തു വെച്ച്? ഇത് തന്നെ വലിയൊരു ജോബാണ്. ഞാൻ കണ്ണടപ്പിക്കും ഉറക്കും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. കണ്ണടക്കി തുറക്കും അടയ്ക്കും. ആ വന്നുണ്ടല്ലോ ടണ്ടണ്ടടാ. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് തന്തപ്പടിയേ. എന്നാ ചോറ് തരട്ടെ നിനക്ക്? ചോറും എനിക്ക് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചോളാം. മാഗി ഹെവി ആയിരുന്നു. അല്ല മീൻകറി ഉണ്ടാക്കാൻ പോയിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാം. ചോറ് തരട്ടെ? ചോറും ചിക്കൻ കറിയും. നമ്മ ചായ കുടിക്കാൻ സമയമായില്ലല്ലോ. ഇല്ല, എന്താ ചായ മതി? ചോറ് വേണ്ടേ? അങ്ങനെയല്ല, എനിക്ക് വിശക്കുന്നുണ്ട്. എന്നാ പിന്നെ ഇത്തിരി ചോറ് കഴിക്കാണ്ട് കുറച്ചുകൂടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചായയും ഉഴുന്നുവടയും കഴിക്കാം. ഉഴുന്നുവടയല്ല, സുഖിയനും സവാളവടയും കഴിക്കാം. മിച്ചർ കഴിക്കാം അല്ലേ? ഓക്കെ, ഞാൻ ചോറ് തരാം. കുറച്ച് മതി നമുക്ക് ചോറ്, ലേശം. ഓ അടിപൊളി ചിക്കൻ കറി. ഓ നോ ചുട്ടുപ്പെണ്ണേ. ഇന്ന് ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ കുത്തിയിരുന്ന് 2 വ്ളോഗ് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം അപ്ലോഡ് ചെയ്ത് വ്ളോഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് എഡിറ്റ് ചെയ്യണം, വേറെ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ പെൻഡിങ് കുറേ വർക്കുകൾ കിടപ്പുണ്ട്. ആ ഒരു ടൈം കൊണ്ട് അനുവും കൊച്ചും കൂടെ അപ്പുറത്ത് പോയി കിടന്നുറങ്ങുവാണ്. അവര് ഇന്ന് വിളിപ്പിക്കണം. ജസ്റ്റ് ചായ തിളപ്പിക്കുക. ഇപ്പം 5 മണിയായി. ഇപ്പം ജസ്റ്റ് ചായ തിളപ്പിച്ച് അവർക്ക് ചായ കൊടുക്കാം. ഇറങ്ങിയില്ലേ നീ? കുഞ്ഞിപ്പെണ്ണ് കണ്ടു തുറന്ന്. ഹലോ, ചായ കുടിക്കാം. നമുക്ക് ചായ കുടിക്കാം. എണീറ്റ് വാടി വന്നേ. വാ മതി, ഇത്ര നേരം കിടന്നുറങ്ങിയാൽ മതി. കുറച്ച് നേരം എണീറ്റൊക്കെ ഇരിക്കും. ഫുൾ ടൈം ഉറങ്ങിയാൽ എങ്ങനെയാ? കുഞ്ഞിപ്പെണ്ണേ ബാ, എണീക്ക്. ചായ കുടിക്കാം. നമുക്ക് ചായ കുടിച്ചാലോ?
സ്ട്രെച്ചിങ് സ്ട്രെച്ചിങ്. അത് രണ്ട് കെട്ടിട്ട് വെച്ച അതെനിക്കറിയാം നീ. സ്ട്രെച്ചിങ് ബേബി ബാം ബാംബോ ബാം ബാംബോ. അപ്പൊ ഞങ്ങളുടെ കോഫിയും മിച്ചറൊക്കെ റെഡിയാണ്. ഞാൻ കുഞ്ഞിലോട്ടെ അങ്ങനെയായിരുന്നു കുടിച്ചോണ്ടിരുന്നത്. മിച്ചറും മേടിക്കും, കട്ടൻ കാപ്പിയും മേടിക്കും. കട്ടൻ കാപ്പിയായിട്ട് വൈകുന്നേരം ആകുമ്പോൾ അമ്മ ഉണ്ടാക്കി കൊണ്ടുപോയി കട്ടൻ കാപ്പിയായിട്ട്. ഇച്ചിന്റെ ഡേ ഇൻ മൈ ലൈഫ് എത്ര മണിക്കാ തീരുന്നത്? 12 മണിക്ക്. 12 മണിക്കല്ലേ തുടങ്ങിയ? 1 മണിക്ക്. അതും കൂട്ടണ്ട 12 മണി. അങ്ങനെ സമയം 7 മണിയായി രാത്രിയില്. അപ്പം ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ചായ കുടിച്ച് TV കണ്ട് എന്റെ എഡിറ്റിംഗ് പരിപാടി എല്ലാം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇനിയിപ്പോ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ജിമ്മിലേക്ക് പോകാനുള്ള. അതിന് എന്താ പരിപാടി ഈ സമയം കൊണ്ട്? ജിമ്മിൽ പോകുന്നതിന് മുന്നേ എന്റെ പാഡ് മാറ്റിയിട്ട് ഇത് ഡെയിലി ടാസ്കിലുള്ള ഇവള് മുതലെടുക്കുവാണല്ലോ. ഇപ്പൊ കുറച്ചുകൂടെ ക്വാളിറ്റി വന്നിട്ടുണ്ട് ഫോണില്. ഞങ്ങൾ ഇത്ര നേരം എടുത്തതേ മറ്റേ ആക്ഷൻ 5-ലായിരുന്നു, ഈ ക്യാമറയിലായിരുന്നു. എനിക്ക് മിക്കവാറും ഈ ക്യാമറയിലായിരുന്നു ഇത്ര നേരം ഞങ്ങള് വ്ളോഗ് എടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇതിന് ക്വാളിറ്റി കുറവാണെന്നാണ് എന്റെ നിഗമനം. ഇൻഡോർ ഔട്ട്ഡോർ ആണെങ്കിലും നല്ല രീതിയിൽ കിട്ടും. ലൈറ്റ് കുറവായത് കാരണം ക്വാളിറ്റി കുറവായിരിക്കും കേട്ടോ. അപ്പം ഇപ്പം ഐഫോണിന്റെ ആണ് നിങ്ങൾ കാണുന്നത്. അത് അത്യാവശ്യം പിന്നെയും ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സ്മെല്ലുണ്ടോ? നല്ല സ്മെല്ലുണ്ടോ? പോവാ നമുക്ക്. ഞങ്ങൾ പാഡ് മാറാൻ പോവാണ്, പറന്ന് പോവാണ് കുഞ്ഞി പെണ്ണേ. എണീറ്റോ നീ? ഉറങ്ങിക്കോ കുറച്ചു നേരം കൂടെ. അപ്പൊ ജിമ്മിൽ പോയിട്ട് എല്ലാവരും ഉറങ്ങിക്കോ, എന്നിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ കുഞ്ഞിപ്പെണ്ണേ. അപ്പൊ നമുക്ക് നേരെ ജിമ്മിൽ പോയിട്ട് കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം. എന്നിട്ട് അനുവിനെ വന്ന് ചൊറിയാം. ഇന്നെന്താ നമ്മൾ വൈകുന്നേരം കഴിക്കുന്നത്? എന്തിനാ നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് പാറ്റി വേണോ? ചിക്കൻ മീൻകറി ചോറൊന്നാ നീ? നമ്മൾ ചോറ് ഓൾറെഡി തിന്നില്ലേ? എനിക്ക് ചോറ് വേണ്ട. നമുക്ക് പ്രോട്ടീൻ കഴിക്കാം. ചിക്കൻ വേണോ പാറ്റി വേണോ? ചിക്കൻ. ഹാപ്പി വിത്ത് ചിക്കൻ? ഗ്രിൽഡ് ചിക്കൻ. ഞാൻ ജിമ്മിലെത്തി. പക്ഷെ ഇവിടെ മ്യൂസിക് ഇതുവരെ മ്യൂസിക് ഇങ്ങനെ ഇല്ലായിരുന്നു ഞാൻ വരുമ്പോൾ. പക്ഷെ ഇപ്പം നല്ല മ്യൂസിക് ഇട്ട് വെച്ചേക്കുക. അങ്ങനെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ പോയിട്ട് കുളിക്കണം, ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് പണിയുണ്ട്. പോവാൻ സമയമില്ല. ഞാൻ 3/4 മണിക്കൂറേ വർക്കൗട്ട് ചെയ്തോളൂ. വീട്ടിലേക്ക് പോകും. അങ്ങനെ ഞാൻ ജിമ്മിൽ പോയിട്ട് വന്ന് വൈകുന്നേരത്തേക്കുള്ള ഗ്രില്ലും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തതിന്. വൈകുന്നേരം എന്താ ഗ്രില്ലല്ലേ വേണ്ട, നിനക്ക് ചിക്കൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സർവീസ്? എല്ലാം കൊള്ളാം, അടിപൊളി. അയ്യോ എനിക്ക് വയ്യേ. ഇനി എന്താ ഹാൻഡ് ഓവർ സെറമണി ആണല്ലേ? അനു കുളിക്കാൻ വേണ്ടി പോവാണ്. ഇനി കുറച്ചു നേരം വാവേനെ ഞാൻ നോക്കാം. ഉറങ്ങാനുള്ള ക്യൂസ് ഒക്കെ കാണിക്കുന്നു. ഈ കുഞ്ഞുമണി ഞങ്ങള് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇനി കുഞ്ഞാവേനെ ഞാൻ നോക്കും. ഞങ്ങൾ എന്ത് കാണാൻ പോവാ? ഞങ്ങൾ സീരീസ് കാണാൻ പോവാണല്ലേ? ഞങ്ങൾ ബെർലിന്റെ സീരീസ് കാണാൻ പോവല്ലേ? മണി ഹീസ്റ്റ് ഇന്നലെ നമ്മൾ കണ്ടില്ലേ? നമുക്ക് കാണണ്ടേ? ഞങ്ങള് സീരീസ് കാണാൻ പോവാ. അമ്മ വരണവരെ. അത് കണ്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ടയർഡായി. ഗുഡ് ജോബ് അനുമോൾ. നടുവേനുണ്ടോ? എന്തുവാ പെണ്ണേ? അള്ള വായു വെക്കുന്ന സാധനം. കണ്ണ് രണ്ട് കണ്ണ് കതികൻ മറയില് നിന്ന്. അപ്പൊ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളെ ഫുഡടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇപ്പൊ 12 മണിയായി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ പോലെ അടിപൊളി. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പൊ സമയം എത്ര മണി? 12 മണി. ബെർലിന്റെ സീരീസ് 3 ചാപ്റ്റർ കഴിഞ്ഞല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ലൈക്ക് ഞങ്ങൾക്ക് ജോലി ഇല്ലാത്ത കാരണം ഇങ്ങനെ ഓരോ ദിവസം ഈ ഒരു റൊട്ടീനിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ കിടക്കുമ്പോൾ 12-1 മണിയാവും, രാവിലെ എണീക്കുമ്പോൾ 10 മണി 11 മണിയാവും. ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇനിയുള്ള പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. Love to do. And that will be the day. Bye.